ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പോയിട്ട് വരാം. ഹായ്, ഹലോ. മെജിൻ്റെ ഇൻട്രോ ഒക്കെ ഇട്ടില്ലേ? അടിപൊളി. അപ്പോൾ ഞങ്ങളിങ്ങനെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് വന്നേക്കട്ടെ. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ ഈ വഴിക്കൂടെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ ബാച്ചുകാരോട് പോയ ഒരു ചെറിയൊരു യാത്ര. പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. ഞങ്ങൾക്ക് ഈ ഒരു സുവോളജിക്കൽ പാർക്കിൽ കയറിയിട്ട് ഞങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഒരു ഭംഗിയാണ്, ഒരു നാച്ചുറൽ ബ്യൂട്ടി. ഇതേപോഴത്തെ മുതലനെ കണ്ടു ഞങ്ങൾ. പിന്നെ പുള്ളിമാൻ നമുക്ക് ഈ ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടെ തൊട്ടടുത്ത് കാണാവുന്ന രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തേക്കണേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രസമായിട്ട് കാണാൻ പറ്റും. നമുക്ക് പുള്ളിമാനെ കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ രസമായേനെ എന്നൊക്കെ തോന്നിയിട്ടാണ്. നല്ല മനോഹരമായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ നടന്നിങ്ങനെ കണ്ട മെജിൻ്റെ ക്ലാസിക് ഷോട്ടുകളാണ് അതൊക്കെ. അപ്പോൾ ഇതിനകത്ത് ക്യാമറ ഫുള്ള് കൈകാര്യം ചെയ്തിരിക്കുന്നത് മെജിനാട്ടോ. മെജിന് അവൻ്റെ ഫുള്ള് കഴിവ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മൊത്തം എടുക്കണ്ട, കുറച്ച് എടുത്താൽ മതി. നോക്കി എന്തിട്ട ഷോട്ട്. ശരിക്കും ഭയങ്കര ഭംഗിയാണ്. പിന്നെ കുറേ നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നടക്കാൻ പറ്റുന്നതൊക്കെ വന്നാലാണ് അതൊക്കെ മൊത്തത്തിൽ കണ്ടു പോകാൻ പറ്റില്ല. കുറച്ച് ക്ഷീണം. പിന്നെ അങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ട് മാനും കാര്യങ്ങളൊക്കെ കണ്ട് നടക്കാം കേട്ടോ. നല്ല രസമായിരുന്നു. ഇങ്ങനെ ആ ഒരു തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഇതൊക്കെ കണ്ട് നടക്കാനായിട്ട് നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവരവിടെ. ശരിക്കും കണ്ടോ എന്തൊരു ഭംഗിയാന്നൊക്കെ കാണാനായിട്ട്. നമുക്ക് ഒരിക്കലും ഇങ്ങനെ ബോറടിക്കില്ല. പിന്നെ കുറച്ച് നടക്കുമ്പോൾ കുറച്ച് കാലൊക്കെ വേനെടുക്കുന്നു മാത്രം. പിന്നെ ഞങ്ങൾ ഈ സാധനത്തിനുള്ളിലേക്ക് ഒന്ന് കയറി പോയിട്ട് ഞങ്ങൾക്ക് എന്തൊന്നും മനസ്സിലായൊന്നുമില്ല. വളരെ ഇങ്ങനെ നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല കേട്ടോ. മുന്നേ പോയവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞോളൂ ഇവിടെ എന്തിട്ടാണ് ഉള്ളതെന്ന്. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അങ്ങോട്ട് നോക്കിയിട്ട് ചുമ്മാ മീൻ നടത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ട പോണ്ടാണോ എനിക്കറിയില്ല. പിന്നെ നമ്മുടെ സ്ഥിരം കുരങ്ങന്മാർ അങ്ങനെ. ഞങ്ങളിപ്പോൾ ഇവിടെ ബസ് കാത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ബസ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായി. കാരണം ഇത്ര ദൂരം നടക്കാനുള്ളൊരു സെറ്റപ്പ് ഇല്ലാത്ത കാരണം. അപ്പോൾ ഞങ്ങൾ ബസ് കാത്ത് നിൽക്കാമെന്ന് പറഞ്ഞു. 15 മിനിറ്റ് ഇടവിട്ട് ബസ് ഉണ്ട്. അപ്പോൾ 70 രൂപ ടിക്കറ്റ്, 30 രൂപ ബസ്സിന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിളിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും എന്നിട്ട് ഗ്രേപ്പ് ജ്യൂസാണ് കുടിച്ചത്. അപ്പോൾ ഞങ്ങളൊക്കെ ഗ്രേപ്പ് ജ്യൂസ് മാത്രം ചൂട് ചായ കുടിക്കണുണ്ട്. ജോസഫ് സമ്മതിക്കണവനെ. അങ്ങനെ ഞങ്ങളിങ്ങനെ ബസ് കാത്ത് നിൽക്കാം കേട്ടോ. കുറച്ച് ബസ് വരും. ഓക്കെ.